ഗൈസ് ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട മലയാളിക്കുട്ടി. ഈ ട്രെയിൻ മോർണിംഗ് ഗൈസ്. രാവിലെ ഏതൊരു സ്റ്റോപ്പില് ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, ഏതാണെന്ന് നോക്കണം. വെയിലൊന്നുമില്ല, വന്നിട്ടില്ല. എൻ്റെ കൂടെ മറ്റു ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ ട്രെയിൻ കിടക്കാൻ. കണ്ടു ഗൈസ്, നമ്മൾ ഇന്നലെ രാത്രി ഇങ്ങനെ കിടന്ന, ഞാനിങ്ങനെ അങ്ങോട്ട് കാല് വെച്ച് കിടന്നു, പുള്ളി ഇങ്ങോട്ട് കാല് വെച്ച്. അങ്ങനെ രാവിലെ പല്ലിയേച്ച് ഫ്രഷ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇതാണ് വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. മഞ്ചിരിയാൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് വണ്ടി ഇപ്പോൾ എത്തിക്കുന്നത്. സൂര്യൻ വന്നു. അവസാനം സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന കാഴ്ച വീണ്ടും ഞാൻ കാണിച്ചു തരാം. എന്താ ഭംഗി രാവിലെ സൂര്യൻ ഉദിച്ചിരിക്കുന്ന കാണാൻ. സാധാരണ നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ ഞാൻ എണീറ്റില്ല. നല്ല രസമുണ്ട് രാവിലെ ഇത് കാണാൻ, ഈ ഒരു സീനറി കാണാൻ വേണ്ടിയിട്ട്. ആ ചേട്ടൻ പല്ലിക്ക് വേണ്ടി പോയി. എന്താ ബാക്കി ആരും എണീറ്റിട്ടില്ല, നമ്മൾ മാത്രമേ എണീറ്റിട്ടുള്ളൂ. ചായ ഞാൻ രാവിലെ മേടിച്ച് കുടിച്ചേ. അതിരക്ക ചായ എന്ന് വെച്ചാൽ ജിഞ്ചർ ടീ. ഞാൻ ഇലൈച്ചി ചായയാണ് കുടിച്ചത്. വല്ലാർഷാന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പഴമാണ് ആൾക്കാർ കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ചു കുറച്ച് പഴം, 50 രൂപയ്ക്ക് എട്ടെണ്ണം. ഞാനും എടുത്ത് ചേട്ടനും കൊടുത്തു. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും പഴം വാങ്ങിച്ചു. അവനാണ് 50 രൂപയ്ക്ക് 8 പഴം തന്നോണ്ടിരിക്കുന്ന ആള്. എനിക്ക് 8 50 രൂപയ്ക്ക്, അവിടെ 10 50 രൂപയ്ക്ക്. അവർക്ക് തോന്നിയ വിലക്കാണ് കൊടുക്കണത് ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും രാവിലെ പഴം കഴിക്കണ കൊള്ളാം ഗൈസ്. ടേസ്റ്റ് കൊണ്ട് പ്രോട്ടീനാണ്. വേറെ എന്തോ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫ്രൂട്ട്. ട്രെയിൻ ഇവിടെ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ഇട്ടേക്കാണ്. കുറേ സമയമായി ഇവിടെ ഇടാൻ തുടങ്ങിയിട്ട്. ഇതോ ആൾക്കാരൊക്കെ ഇറങ്ങി പുറത്തോട്ട് നിൽപ്പുണ്ട്. സേവഗ്രാം എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ മഹാരാഷ്ട്രയിൽ, അത് കഴിഞ്ഞിട്ടാണ് വണ്ടി കുറച്ച് മുന്നോട്ട് വന്നിട്ട് അതാ പിടിച്ചിട്ടേക്കണം. ആദ്യം വിചാരിച്ച അരമണിക്കൂറൊക്കെ ആയിരിക്കണം. ഇപ്പം എന്താ 1 മണിക്കൂർ പിടിച്ചിട്ടിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഡിലേ ആണ്. 4 മണിക്ക് ഞാൻ ഇറ്റാർസിയിൽ എത്തേണ്ടതാണ്. ഇപ്പം ആപ്പിൽ കാണിക്കുന്നത് 5 മണിക്ക് എത്തുന്നതാണ്. ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി നോക്കാം.
നമ്മുടെ ട്രെയിനാണോ എന്തോ ഹോൺ അടിക്കുന്നത്, കണ്ടോ? ഇതെല്ലാണോ ഇറങ്ങി വെളിയിൽ നിൽക്കുകയാണ് ഗൈസ്. കുറേ സമയമായി. നല്ല കട്ട മരുഭൂമി പോലത്തെ സ്ഥലം, പച്ചപ്പെന്ന് പറഞ്ഞ സാധനമില്ല. അവിടെ കുറച്ച് കൃഷിയുണ്ടെന്ന് തോന്നുന്നു. ട്രെയിനകത്തിരുന്നിരുന്നിരുന്ന് വേർത്തൊലിച്ചോണ്ടാണ് വെളിയിലോട്ട് ഇറങ്ങിയത്. കണ്ടോ? ഇപ്പൊ ട്രെയിൻ എടുക്കും മുന്നേ ഓടിക്കാരണം. സമയം 2 മണിയായി. ഫുഡ് ഞാൻ കഴിച്ചത് ചോറായിരുന്നു, നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു, കൊള്ളൂരായിരുന്നു ടേസ്റ്റ്. ഉരുളക്കിഴങ്ങൊക്കെ ഭയങ്കര എന്തിട്ടില്ലായിരുന്നു. അതിന്റെ തൊലിയൊന്നും കളയാതെയാണ് അവര് കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് എടുക്കുന്നത്. ടേസ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറെ കൊണ്ട് തളഞ്ഞു. ഇനി നോക്കണം, പുറത്തുനിന്നേ ഫുഡ് കഴിക്കണം. ട്രെയിനിൽ നിന്ന് മേടിച്ച ഫുഡും കൊള്ളൂരായിരുന്നു. അപ്പൊ അങ്ങനെ ഫുഡ് കഴിക്കാതെ ഇരിക്കണം. പിന്നെ ട്രെയിനിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ട് ഞാൻ കാണിച്ചു തരാം. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട മലയാളി കുട്ടി. ബാക്കി എല്ലാവരും ഈ ട്രെയിൻ ഹിന്ദിക്കാരാണ്. അവരുടെ പേരാണ് ബർത്ത്ഡേ ഗേളും കൂടിയാണ്. ഇന്ന് നമുക്ക് ചുമ്മാ പറഞ്ഞിട്ടാണ് ഗൈസ്. 23 തികയുന്നേ ഉള്ളൂ. ഇന്ന് 23 ആയി. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. സോളോ ട്രിപ്പ് പോകുന്ന കുട്ടിയാണ്. ഇന്ന് ഫസ്റ്റ് ടൈം സോളോ ട്രിപ്പ് അടിക്കുകയാണ്. അങ്ങോട്ടൊന്ന് ചോദിച്ചപ്പോഴത്തെ അതെന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ പോണം ചെറുതായിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. രാജസ്ഥാനിലോട്ട് പോകുന്നു പറഞ്ഞു. രാജസ്ഥാൻ അതിനുശേഷം പിന്നെ ഇങ്ങോട്ടൊക്കെ പോകുന്നുള്ളവരെ ഫസ്റ്റ് ടൈം ആയിട്ട് ശരി കഴിച്ചു. അപ്പൊ അടുത്ത നെക്സ്റ്റ് എന്താണെന്നുള്ള അപ്ഡേറ്റ് വരാം. ഗായ്സ് അങ്ങനെ ഇപ്പൊ വൈകുന്നേരമായി. അങ്ങനെ ഒരു ചായ റസ്കോ കഴിച്ചോണ്ടിരിക്കണം. റസ്ക് സ്പോൺസർ ടൈം കിട്ടും. ഇവിടെ മസാല ചായ ആണ് കിട്ടുന്നത്. നമ്മളെ നാട്ടിലെ പോലത്തെ അല്ല. മസാല ചായ റസ്ക് നല്ല കോമ്പിനേഷൻ ആണ്. അപ്കമിങ് ബ്ലോഗർ സോളോ ട്രിപ്പ് മിക്കവാറും ഇനി അടുത്ത ഏതെങ്കിലും നമ്മളെ ബ്ലോഗിൽ വരും. ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാം അവിടെ. ഫുഡ് കഴിച്ചില്ലേ ട്രെയിനിൽ നിന്ന്? ഇങ്ങോട്ട് നോക്ക് മൊബി, ഇങ്ങോട്ട് നോക്ക്. അതോ ഗൈസ് ഉച്ചയ്ക്ക് വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. ഇപ്പൊ സമയത്തിന് 2 മണി. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. വിശന്ന മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയുന്നത്. ഇത് ട്രെയിനിൽ നിന്ന് മേടിച്ചാണ്. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ. അമേസിങ്. അവൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ചായ റിസ്ക് കോമ്പിനേഷൻ പിടിച്ചേക്കാണ് വിശപ്പ് മാറ്റം. ഇതോ നമ്മുടെ കൂടെ ഇരിക്കുന്ന ചേട്ടനും കണ്ടോ ഗൈസ്, ട്രെയിൻ ഫുൾ ആൾക്കാരാ, ഫുൾ ആൾക്കാർ. ഇത്രയും തിരക്കാണ് ഇവിടെ. ഇവളുടെ സീറ്റ് എവിടെയാണ്. പിന്നെ ഇത് സ്ലീപ്പറാണ് ഗൈസ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. സ്ലീപ്പറില് ആൾക്കാര് ഇരിക്കുന്നതാണ്. ഒരു പോലീസ് മാമൻ വന്ന് കുറെ പേരെ പറഞ്ഞു വിട്ടായിരുന്നു ഇവിടുന്ന്. പക്ഷെ എന്നിട്ടും ഇവിടെ വീണ്ടും ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. അവർക്ക് വ്ളോഗ് എന്താന്ന് അറിയാമോ? റീലിടുമെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. എന്തായാലും ഞാൻ പറയാം. തള്ളി മറിക്കുകയാണ് അവള് എന്നെ കുറിച്ച്. എന്റെ അടുത്ത് പറയാണ് പടാ വലിയ ബ്ലോഗറാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ ഇവന്മാര് നോക്കി ചിരിക്കുന്നുണ്ട്. ഡബിൾ റേറ്റിന് സമോസ വെക്കുന്ന ചേട്ടൻ എന്തോ പോകുന്നു. കാണിച്ചു തരാം. പക്ഷെ ഫണ്ടായിട്ട് എടുക്കാം. ഗൈസ് അവള് പറയുന്ന ആ ചേട്ടൻ അതാണ്. ഒരു ഹായ്.
പ്രശ്നം ഇവിടെ ഇങ്ങടെ നോക്കണ്ടി അതങ്ങട്ടാ. ഗൈസ് ഞാൻ തിന്ന് തടിച്ചതാണ്. ഞാൻ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് 2 മാസം കൊണ്ട് 10-12 കിലോ അല്ല 16 കിലോ കൂടിയ ആളാണ്. 2 മാസം കൊണ്ടല്ലേ? 8 മാസം ആണോ? അവിടെ പോയി. ഡയറക്റ്റ് ആണ്. അപ്പൊ ഒരു 2-3 മാസം കഴിഞ്ഞാൽ ഞാൻ ഈ കിലോ ഒക്കെ കുറച്ചിട്ട് ഞാൻ ഇങ്ങേരുടെ ബ്ലോഗിൽ ഒന്നും കൂടെ വരും. ഞാൻ തിരുവനന്തപുരം പോയി വരും. യെസ് ഗൈസ്, അതാണ് നമുക്ക് വേണ്ട മോട്ടിവേഷൻ. അവളും ഈ കാണുന്ന ഫേസ് ഉണ്ടല്ലോ, ഇതൊക്കെ കുറച്ചിട്ടായിരിക്കും എൻ്റെ അടുത്ത വ്ളോഗിൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം ഗൈസ്. ആയിട്ടുണ്ടാവും. അവളുടെ ഒരു ആഗ്രഹമാണ് അവർക്കൊരു അറിയപ്പെട്ട വ്ളോഗറാവണമെന്ന്. ഗൈസ് നിങ്ങൾക്കറിയാലോ, ഞാൻ ഇപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ അടുത്താണ് അവരുടെ വീരവാദങ്ങൾ. പ്രഗ്നന്റ് ആണ് ഗൈസ്. നമ്മളെ ഡോലിയ അല്ല കാലിയ അവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം, ഇത് നല്ല ചേട്ടാ. ഭയങ്കര തിരക്കാണ്. ട്രെയിനിന്റെ ഫാനാണ്. ഇതൊരു മസ്റ്റ് ഹാവ് ആണ് നമ്മള് രാജസ്ഥാനിക്ക് വരുമ്പോ. ഇല്ലെങ്കിൽ ഉരുകി നമ്മൾ ഇല്ലാതാവും. ഇത് വെച്ചിട്ട് കാറ്റ് മൂക്കിലേക്ക് പോലും ആവുന്നില്ല ഗൈസ്. സീനാണ് ഗൈസ് ഇവിടെ. ഈ ഭായിമാരൊക്കെ നമ്മളെ നല്ല നോക്കി വെറുപ്പിക്കുന്നുണ്ട് ഗൈസ്. ഇവരുടെ വിചാരം ഇങ്ങനെ നോക്കണതൊക്കെ വലിയ സംഭവമാണ്. പക്ഷെ ഇവര് ഒരുമാതിരി വൃത്തിയായിട്ട നോട്ടാണ് ഗൈസ് നോക്കുന്നത്. ഗൈസ് വണ്ടി ടണലിൽ കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. ഫുള്ള് ഇരുട്ടാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് എത്തുന്നതാണ്. ഇപ്പോൾ ടണലാണ്. കുറച്ച് പോകണം. ഞാൻ ഇവിടെ എന്താ ഗൈസ് വെളിച്ചം വന്നുണ്ടോ? ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു ഈ ഇരുട്ടത്ത്. ഗൈസ് ആ ചെറുക്കൻ്റെ അമ്മയാണ് അവിടെ നിന്ന് കൊട്ടുന്നത്. ഗൈസ് ഇത് ചെറുക്കനും അവൻ്റെ അനിയത്തിയുമാണ്. ഇവർക്ക് നമ്മൾ മിക്ക ട്രെയിനിലും യാത്ര ചെയ്യുമ്പോൾ ഇതേപോലത്തെ ആൾക്കാരെ കാണാറുണ്ടല്ലോ. അവരവരുടെ സ്കില്ല് പ്രദർശനം ചെയ്തിട്ട് പൈസ ചോദിക്കും. ആണല്ല ഗൈസ്, പെണ്ണാണ്. ഗൈസ് ഹിന്ദി അറിയാവുന്നവർക്ക് മനസ്സിലാവല്ലോ ആ ചെറുക്കൻ എന്താണ് പാടണേന്ന്. डायलॉग मारो, 2 डायलॉग. अरे फूले गुलाब का सूखने मत देना, गरीब की लड़की को धोखा मत देना. वाह वाह, एक और इधर कैमरा में देखिए बोलो. एक और बोलो. नया बोलना. हाँ. टन 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 16 बटन, बुड्ढी नाक हमारा बुड्ढा खत्म. चलो.
കൊച്ചു കൊള്ളാം ഗൈസ്. ഗൈസ് അപ്പുറത്തെ ട്രെയിനിൽ കുറെ JCB കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. JCB ട്രാൻസ്പോർട്ട് കൊള്ളാല്ലേ ഗൈസ്? ഗൈസ് ഒരു ക്യൂട്ട് കുട്ടി, നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഹായ്, നല്ല ചിരി. ഇവൻ എന്താ, ഇവന്റെ പ്രശ്നം എന്താ? ഗൈസ് അവന്റെ നോട്ടം കണ്ടോ, നല്ല രസമുണ്ട്. അവൻ കുറെ സമയം കൊണ്ട് ദാ ഇവിടെ ഇരിക്കുന്ന ഈ സുന്ദരി കുട്ടീനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അവൻ 2 ഇടി വാങ്ങി. ഗൈസ് മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ഈ വരണ്ട ഭൂമിയിൽ മഴ കണ്ടോ. എൻ്റെ സ്റ്റേഷൻ എത്താറായി. ഇതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്സാണ്. ധരംവീർ അവിടെ ഉണ്ട്. सीताराम ठीक है, मैं चलता हूँ. बाय बाय. അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങിയാണ്. എൻ്റെ സ്റ്റേഷൻ എത്താറായി. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ മുബി ഈ ചേട്ടനാണ് എൻ്റെ കൂടെ സീറ്റ് ഷെയർ ചെയ്തത് ഗൈസ്. അപ്പോൾ ഞാൻ ഇറങ്ങിയാണ്. തിരക്കുണ്ട് ഗൈസ് ഇവിടെ ഇറങ്ങും. അങ്ങനെ ഗൈസ് നമ്മൾ ഇറ്റാർസിയിലും എത്തിയിട്ടുണ്ട്. ഇതാണ് ഇറ്റാർസി ജംഗ്ഷൻ. ഞാൻ വന്ന ട്രെയിന്. ഇനി ഇവിടെ നിന്ന് അടുത്ത ട്രെയിനിൽ കയറണം. അപ്പോൾ പോട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ ഇറ്റാർസി ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെയാണ് ക്ലോക്ക് റൂം എന്ന് നോക്കിയിട്ട് ബാഗ് അവിടെ വയ്ക്കാം. എന്തായാലും എനിക്ക് സമയമുണ്ട്. അടുത്ത ട്രെയിന് ലേറ്റാണ്. 11 മണിക്കാണ് ഇവിടെ അടുത്ത ട്രെയിൻ രാത്രി. ഗൈസ് ഞാനിപ്പോൾ ഇറ്റാർസി ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഹാളുണ്ട്. വെയിറ്റിംഗ് ഹാളിൽ വന്നിരിക്കും. പക്ഷെ ഇവിടെ ക്ലോക്ക് റൂം എവിടെയാണെന്ന് കിട്ടുന്നില്ല. ഇവിടെ ഒരു എൻക്വയറി ഉണ്ട്, പക്ഷെ എൻക്വയറിയിലൊന്നും ആളില്ല. ഇത് കണ്ടോ ഗൈസ്, എൻക്വയറിയിലൊന്നും ആളില്ല. ഇതാണ് ഇവിടുത്തെ ഒരു വെയിറ്റിംഗ് ഹാൾ എന്ന് പറഞ്ഞ ഏരിയ. ഇതൊരാൾ നടന്നു പോകുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ എൻക്വയറിയിലുള്ള ആളാണെന്ന് അറിഞ്ഞൂടാ, ചോദിച്ചു നോക്കട്ടെ. ഗൈസ് അങ്ങനെ പുള്ളി പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ക്ലോക്ക് റൂം അപ്പുറത്തെ ഒരു പാർസൽ ഓഫീസ് ഉണ്ട്, അവിടെയാണെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ പാർസൽ ഓഫീസ് എവിടെയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ആ കാണുന്നതാണ് പാർസൽ ഓഫീസ് എന്നാ തോന്നുന്നത്. അവിടെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്. വണ്ടിയിൽ ആൾക്കാർ സാധനം കയറ്റിക്കൊണ്ടിരിക്കുക കണ്ടോ. അപ്പോൾ അവിടെ ക്ലോക്ക് റൂം ഉണ്ടെന്നാണ് അവിടെ നിന്ന് മറ്റേ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ പാർസൽ ഓഫീസിൽ ചോദിച്ചു, ഇതോ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്ലോക്ക് റൂമിൽ സാധനം വെക്കണമെങ്കിൽ നമുക്ക് ഓൺ പൂട്ട് വേണം. താക്കോലും പൂട്ടും ഉണ്ടെങ്കിലേ കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ. ലോക്കറുണ്ട് ഇവിടെ, പക്ഷെ ലോക്കറിൽ സാധനം വെച്ച് ആ ലോക്കർ നമ്മളെ പൂട്ട് വെച്ച് പൂട്ടണം, അല്ലെങ്കിൽ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ കാട്ട്പാടിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഡിജിറ്റൽ ലോക്കറായിരുന്നു. ഇതിൻ്റെ ഒന്നും പ്രശ്നമില്ലായിരുന്നു. ഈ സാധാരണ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഒരു സമ്പ്രദായമാണ്. നമ്മൾ പൂട്ട് വാങ്ങിച്ചിട്ട് വേണം പോകാൻ. ഇന്ന് എന്തായാലും ഇവിടെ പുറത്തൊരു മാർക്കറ്റുണ്ട്, അവിടെ പോയാൽ കിട്ടുമെന്നാണ് പറയണത്. നോക്കാം. പിന്നെ ഗൈസ് മഴ പെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട ക്ലൈമറ്റ്. ഗൈസ് അങ്ങനെ പൂട്ട് വാങ്ങിച്ചു. ഇതാണ് നമ്മൾ ലോക്കറിന് ഇടാൻ വേണ്ടി പൂട്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. ആ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കടയുണ്ട്. അവിടെ നിന്ന് പൂട്ട് വാങ്ങിച്ചിട്ടുണ്ട് 60 രൂപയുടെ. ഇനി ഇത് കൊണ്ട് അവിടെ കൊടുക്കാം. ഇവിടുത്തെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇതേപോലെ ബാഗും ഉണ്ട്. വെയിറ്റ് നോക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മൾ നേരെ അകത്ത് വരണം. അപ്പോൾ അവർ വെയിറ്റ് നോക്കിയിട്ട് പറഞ്ഞു തരും.
ഇവിടുത്തെ ലോക്കർ ഇങ്ങനെയാണ്. 13, 14, 15, നമ്മുടെ 16 16-ൽ സാധനം ഇങ്ങനെ കയറ്റും. ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കണം. ഇതാണ് നമ്മുടെ ബാഗ് വെച്ച് പൂട്ടി വാങ്ങിച്ചുകൊണ്ടുവന്ന ലോക്ക്. ഇനി വരുമ്പം ഇവിടെ 20 രൂപ കൊടുത്ത് നമുക്ക് നമ്മുടെ ബാഗ് എടുക്കാൻ പറ്റും. ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ ബാഗ് അവിടെ സബ്മിറ്റ് ചെയ്ത്. പിന്നെ അവിടെ നിന്ന പയ്യൻ അവനും ട്രക്കിങ്ങിൻ്റെ ആളാണ്. അവൻ്റെയും അടുത്ത ട്രിപ്പ് ABC ട്രിപ്പാണ്, അന്നപൂർണ ബേസ് ക്യാമ്പ് നേപ്പാൾ. അപ്പോൾ അവൻ മിക്കവാറും ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ പോകുമെന്ന് പറഞ്ഞു. അവൻ ഇതേപോലെ സ്ഥിരം ട്രക്കിംഗ് പോകുന്നതാണ്. സോളോ ആണ് അവൻ്റെ പരിപാടിയൊക്കെ. അവൻ ഉത്തരാഖണ്ഡ്, പിന്നെ അവിടെ മനാലി, ഷിംല അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയി വന്ന് നിൽക്കുന്ന ചെക്കനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് ഏത് വഴിയാണ് പോണ റൂട്ടും കാര്യങ്ങളൊക്കെ. എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവൻ പറയണത് കേട്ടിട്ട് അതെ അതാണ് വഴി എന്ന് പറഞ്ഞ്. അങ്ങനെ ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഇറ്റാർസിയിൽ കറങ്ങാൻ പറ്റിയ സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ. പിന്നെ ഈ വെതറാണൊരു വിഷയം. ഗൈസ് ആ സ്ഥലത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴി നേരെ നടന്നു പോയാൽ ഇറ്റാർസി ഒരു തടാകം, ഒരു ലേക്കുണ്ട്. അപ്പോൾ ആ ലേക്കിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് യാത്ര തിരിക്കാം. ഫുള്ള് റോഡും മഴയും ചെളിയൊക്കെയാണ്. നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട്. ഇത് ചെറിയൊരു മാർക്കറ്റാണ്. എന്തോ ഹിന്ദിക്കാരുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ്, അടുത്തടുത്താണ് സ്ഥലങ്ങളൊക്കെ. ചെറിയ വഴി മതി ഇവന്മാർക്ക് വണ്ടി ഓടിച്ച് കളിക്കാൻ. എന്തായാലും ഇടുങ്ങിയ വഴി കൂടി ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രെയിറ്റ് കുറേ നടക്കുമ്പോഴത്തേക്കും ആ ലേക്കുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തെ ശാല മാർക്കറ്റ് ഉണ്ടല്ലോ, അതേപോലെയാണ് അവിടുത്തെ ശാല പോലെയാണ് ഇവിടുത്തെ ഈ ഒരു മാർക്കറ്റ് സെറ്റപ്പ് കണ്ടിട്ട്. എന്തെന്ന് വെച്ചാൽ അത്രയും അടുത്തടുത്താണ് ഷോപ്പുകളൊക്കെ ഉള്ളത്. നല്ല രസമുണ്ട് ഇങ്ങനെ മഴയത്ത് നനഞ്ഞ് നടക്കാൻ. അപ്പോൾ ബാക്കിൽ കൂടെയൊക്കെ വണ്ടി പറത്തിക്കൊണ്ട് പോകുന്നു. ആൾക്കാർ എന്നെ നോക്കുമ്പോൾ വിചാരിക്കും ഞാൻ ബ്ലോഗറാണ്. ആവട്ടെ, വിചാരിക്കട്ടെ. ഞാൻ ഇത് വെച്ച് നടന്നു വെക്കൊണ്ടിരുന്നപ്പോൾ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബത്തായിയേ, ഈ ചേട്ടൻ്റെ കടയാണ്, സ്റ്റേഷനറി കടയാണ് ഗൈസ്. ഇതാണ് മുതലാളി, ഓണറിനെ അങ്ങോട്ട് വലിയ പിടിച്ചിട്ടില്ല. സൗത്ത് മേ കണ്ടല്ലോ ഗൈസ്, ഈ മെഡിക്കൽ സ്റ്റോറിന്റെ അടുത്താണ് കട. 9-8 ओके ठीक है. अगर केरला पे कभी आओगे तो केरला है, तमिलनाडु नहीं है, केरला से तिरुवनंतपुरम. हाँ करेक्ट, एग्जैक्टली मैं वहीं से. नहीं तो हाँ मेन बस्ती पे रहते हो, गांव में रहते हो? बस्ती में. हाँ अरे अंदर गांव में गाँव है उधर, गाँव है उधर. त्रिवेंद्रम से 25 किलोमीटर फिर और जाना है मेरे घर तक. ये चैनल है कंपनी है. यहाँ पे एक लेक है ना, मतलब इटारसी लेक, मैंने ये मैप में देखा था. लेक मतलब तालाब जैसा तालाब है, लेकिन वो कोई बड़ा नहीं है. ये सामने तो इधर पास में घूमने लाइक कोई है क्या जगह? है, लेकिन बहुत दूर पड़े. हाँ क्योंकि मेरा भी मैं नेपाल जा रहा हूँ वैसे. तो अभी मेरा ट्रेन अगला 9 बजे पर, तो 1 घंटा 2 घंटा बस घूमने के लिए ये लोकल में ही आप घूम सकते हैं ना. तो इसलिए मैंने फिर मैप में देखा तो फूड लेना हो आप. खाना खाओगे आप? नाश्ता करो खाना खिलाओ. नाश्ता किया था अभी, ट्रेन से निकलते ही खा लिया, नहीं तो कर देते. नहीं फूड का लेना है तो फूड मार्केट है. अच्छा यहाँ पे फल लगेगा, ठीक है. तो मैं चलता हूँ. हाँ ठीक है, धन्यवाद. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇറങ്ങിയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടെന്നെ എന്നാ തോന്നുന്നത്. പിന്നെ എല്ലാ കടയിലും കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് പോകുന്നു.
ഗായ്സ് ഇവിടെ ഒരു മറ്റേ കുളം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ വന്ന് അവിടെ വെച്ച് ആ മാമന്മാരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വലിയ രസമുള്ള കുളമൊന്നുമല്ല, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന്. ആ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ആ പറഞ്ഞ കുളം. ഇങ്ങനെ ഷോട്ട് എടുത്താൽ കൊള്ളാം, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ വലിയ രസമൊന്നുമില്ല ഗൈസ്. പിന്നെ അവിടെ കുറച്ച് ഇതുണ്ട്, എന്താ പറയണ, താറാവ്. താറാവ് ഒറിജിനലാണ്. പിന്നെ ഇവിടെ മീനുണ്ട്. ഈ ചേച്ചി മോനും കൂടി മീനിന് തീറ്റ കൊടുത്തോണ്ടിരിക്കുക. ഇവിടെ വൈകുന്നേര സമയങ്ങൾ ആൾക്കാർ ഓടാനും യൂസ് ചെയ്യാറുണ്ട്. ഇത് കണ്ടോ, അവരുടെ ഈവനിങ് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണ്. പിന്നെ ഇപ്പം മറ്റേ ഗോൾഡൻ അവർ ആണല്ലോ. 6:30 ആയി. 6:30 മണിക്ക് ഒരു വെളിച്ചമുണ്ട്, അതുകൊണ്ട് വീഡിയോയുടെ ക്വാളിറ്റി കൊള്ളാമെന്ന് തോന്നുന്നു. കണ്ടോ ആ ഒരു സൺറൈസ് അടിക്കുന്നുണ്ടോ? ഓക്കെ ഗൈസ്, അതിന് ഞാൻ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഗൈസ്, ഈ താറാവ് പ്രതിമയല്ല. ഇവരെന്താണ് ഇങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടോ, ചെറുതായിട്ട് അനങ്ങുന്ന കണ്ടോ? പക്ഷെ ഈ ഡക്കിൻ്റെ നിപ്പ് അങ്ങോട്ട് എനിക്ക് മനസ്സിലായില്ല. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് അടിച്ച് പറഞ്ഞു തരണേ. കലാപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ട് തോന്നുന്ന സ്കൂളിൽ എന്തോ പിള്ളേർക്ക് സ്വച്ഛ് ഭാരതിൻ്റെ എന്തെങ്കിലും പരിപാടിയായിട്ട് ഇവിടെ പടം വരച്ച് കളിച്ചാണെന്നാണ്. സ്റ്റാച്ചു ആണ് ഗൈസ്, കുരങ്ങൻ്റെ സ്റ്റാച്ചു. ഇതൊക്കെ കൊള്ളാം ഗൈസ്. പിള്ളേർക്ക് വരുമ്പം സമയം പോകാനുള്ള കുറച്ച് പരിപാടി ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ജിറാഫുണ്ട്, ഒരു കുരങ്ങനുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചിൽഡ്രൻസ് പാർക്ക് കാണാൻ പറ്റും. പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പാർക്കിൻ്റെ ഈ സൈഡിലാണ് ഇത് വരുന്നത്. പാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കയറി വന്നത് അതുവഴിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതേപോലെ കുറച്ച് ഈവനിങ് സമയങ്ങളിൽ ഒന്ന് അവർക്ക് റിലാക്സ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഉള്ള പരിപാടികൾ ഇവിടെ ഉണ്ട്. ഐ ലവ് ഇറ്റാർസി എന്ന് പറയുന്ന ഒരു കട്ടൗട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഐ ലവ് ഇറ്റാർസി. ആ പോണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നു. ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ബാക്ക് സൈഡിലാണ് ആ പോണ്ടുള്ളത്. वैसे ही मलयालम चैनल है मेरा, ठीक है? हाँ ഗൈസ്, ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ് ഈ പാർക്കിൽ വെച്ച്. ഇവൻ്റെ പേര് സൂരജ് എന്നാണ്. സൂരജ് ഭായ് ഹായ് ഇതിട്ടാണ്. അപ്പോൾ ഗൈസ്, ഇവൻ കുറേ സമയം കൊണ്ട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ കമ്പനി ആയതാണ്. ഇപ്പം നല്ല കമ്പനിയായി. നമ്മളിപ്പം അവൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനിവിടെ ഇപ്പം സൺസെറ്റ് ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ശരി ഗൈസ്, അപ്പം പിന്നെ കാണാം. ഗൈസ്, ഇതാണ് പാനിപൂരി കട. അറിയാലോ, എപ്പോഴും നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ ഇതൊക്കെയാണല്ലോ ട്രൈ ചെയ്യുന്നത്, സ്ട്രീറ്റ് ഫുഡ്. ഇതാ മാർക്കറ്റിനകത്താണ്. ഞാനിപ്പോൾ മാർക്കറ്റിനകത്താണ്. രാത്രി ആയിട്ടുണ്ട് ഗൈസ്. രാത്രിയാണ് ഇതേപോലത്തെ ഫുഡ് സ്പോട്ടൊക്കെ ഓപ്പൺ ആവുന്നത്. അതെന്തോ കട്ട്ലറ്റ് പോലത്തെ സാധനം നോക്കാം നമുക്ക്. ഗൈസ്, അടുത്ത് ഇപ്പോൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ പാനിപ്പൂരി 2 പ്ലേറ്റിലേക്ക് ആയിട്ടാണ് കിട്ടുന്നത് ഗൈസ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പാനിപ്പൂരിയാണ്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം. ഇവിടെ നോക്കിയോ, ഇവിടെ എങ്ങനെയാണ് പാനിപ്പൂരി കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് സിസ്റ്റം എന്നൊക്കെയാണ് പുള്ളി പറയണത്. അവരവർക്ക് വേണമെന്നുള്ളത് അവരവർക്ക് ഉപ്പ്, ഈ മിക്സ് ചെയ്യുന്നത് ഉപ്പാണ്. കുറച്ച് ഉപ്പ് എടുക്കണം.
ഇത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് അടുത്ത് ഇതേപോലെ ഓരോരുത്തർക്ക് പുള്ളി പാനിപൂരി പാനി നിറച്ച് വെച്ച് കൊടുക്കും. വേണം കഴിക്കാൻ. ഇതേപോലെ ഈ ഒരു സാധനം എടുത്ത് കഴിക്കണം. മജാ ആ പുള്ളിക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് എൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ടൊക്കെ ചോദിക്കുന്നു കൊള്ളാവോ ഇഷ്ടപ്പെട്ടോന്നെങ്കിൽ. 4-5 പോയി. ഇനി വേണമെങ്കിൽ ഇനി പറഞ്ഞാലും തരും. വേണമെങ്കിൽ ഒരു റൗണ്ടും കൂടി പോകും. ഇതിപ്പോ ഒരു സൂച്ചി. ഇതിൽ വെള്ളമില്ല, വെള്ളമില്ലാതെ തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു റൗണ്ടും കൂടി പറയാം. അപ്പോൾ ഗൈസ് ഞാൻ ഒരു റൗണ്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. പാനിപൂരി, സമോസ, ഈ വക സാധനമൊക്കെ എൻ്റെ വീക്ക്നെസ് ആണ്. പിന്നെ നമ്മൾ ഉപ്പിട്ട് തുടങ്ങിയാണ്. ഈ തീക്ക എന്ന് പറയുന്നത് എരിവാണ്. ഇത് രണ്ടാമത്തെ റൗണ്ടാണ്. ये जरा फटाक से दिया. അങ്ങനെ ഫിനിഷ് ചെയ്തു ഗൈസ്. അങ്ങനെ ഞാൻ കൈയൊക്കെ കഴുകി. ഞാൻ പാനിപ്പൂരി കഴിച്ച കട അതാണ്, ആ ചേട്ടൻ്റെ കടയാണ്. ഇപ്പം ഞാൻ കഴിച്ചില്ലേ, അത്രയും കഴിക്കാൻ 20 രൂപയായുള്ളൂ ഗൈസ്. അതായത് ഒരു റൗണ്ടിൽ 5 പാനിപ്പൂരി ഒരു സൂക്കി. അങ്ങനെ 2 റൗണ്ട്, അതായത് 10 പാനിപ്പൂരി ഒരു സൂക്കി 20 രൂപയ്ക്ക്. ഇവിടെ വന്ന് കഴിക്കുന്ന പാനിപ്പൂരിയുടെ ടേസ്റ്റ് ഒന്നും നമ്മുടെ നാട്ടിൽ കിട്ടൂല ഗൈസ്. പിന്നെ ഇപ്പോൾ ഞാൻ നടക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. സ്റ്റേഷനിൽ ചെന്ന് ഫോണൊന്ന് ചാർജിനിടാമെന്ന് വിചാരിച്ചു. അടുത്താണല്ലോ, അപ്പോൾ ഫോൺ ചാർജിനിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാം. എന്തായാലും സമയം ഇപ്പോൾ 8 മണിയായി. 9:20 നമ്മളെ ട്രെയിൻ. പക്ഷേ ട്രെയിൻ ഇപ്പോൾ 3 മണിക്കൂർ ലേറ്റാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ആ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഭാരത് പെട്രോളിൻ്റെ പമ്പ്. പിന്നെ അതിൻ്റെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മദ്യമൊക്കെ ഇഷ്ടമുള്ളവർ നേരെ വരാൻ പറ്റുന്ന കടയാണ് ലിക്കർ ഷോപ്പ്. ഓക്കെ, അപ്പോൾ ഇറ്റാർസിന്ന് ഇറങ്ങിയ നേരെ ഇവിടെ ഇതുണ്ട്, ലിക്കർ ഷോപ്പുണ്ട്. സിവില്, നമ്മുടെ നാട്ടിലെ സിവിൽ അടുത്ത് തന്നെ ഉണ്ട് ഗൈസ്. നോർത്ത് ഇന്ത്യയില്, അതായത് റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട്. നോർത്ത് ഇന്ത്യയിലെ അമ്പലങ്ങളൊക്കെ എങ്ങനെയാണ് ഗൈസ്, ഇപ്പൊ പൂജ നടത്തുന്ന സമയമാണ്. അതാണ് ഇപ്പൊ ഇവരിങ്ങനെ മണിയെടുക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇത് ഹനുമാൻ മന്ദിറാണ്, അതായത് നമ്മുടെ ഹനുമാന്റെ അമ്പലം. ഇപ്പൊ ഈ പാട്ട് കേൾക്കുന്നത് ഹനുമാൻ ചാലീസയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നേരത്തെ വന്നിറങ്ങിയപ്പോൾ ഒരു ഹാളിൽ വന്നിട്ട് അവിടെ എത്തി. ഫോൺ ചാർജിന് വയ്ക്കാൻ നോക്കിയാണ്, ഒരിടത്തും ഇല്ല, പ്ലേസ് ഇല്ല. എല്ലായിടത്തും ആൾക്കാർ ചാർജിന് വെച്ചിട്ടുണ്ട് ഗൈസ്. ആ ഹാളിലൊന്നും, ആ വെയിറ്റിംഗ് ഹാളിലൊന്നും ഫോൺ ചാർജിന് ഇടാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എന്താ ഇപ്പോൾ ഇത് കയറി പ്ലാറ്റ്ഫോമിനകത്ത് എവിടെയെങ്കിലും ചാർജിന് കുത്തിയിടാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുന്നു ഗൈസ്. ഞാൻ ഇതിൻ്റെ അകത്ത് വരെ കയറി. ഇവിടെ എന്താ
രണ്ടിടത്തും നോക്കി ഞാൻ. മറ്റേ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് ഹാളിലും പിന്നെ സ്ലീപ്പർ ക്ലാസ് വെയിറ്റിംഗ് ഹാളിലും അവിടെ രണ്ടിടത്തും കറണ്ട് ഇല്ല. ഇനി ഞാൻ എവിടെ കൊണ്ട് ചാർജിനാണ് അപ്പർ ക്ലാസ്, അപ്പുറത്തതോ സ്ലീപ്പർ ക്ലാസ്. അതിൻ്റെ അകത്ത് കണ്ടോ കറണ്ട് ഇല്ല ഗൈസ്. കറണ്ട് ഇല്ലാതെ ഇരുട്ടത്താണ് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇതാണ് അപ്പർ ക്ലാസ് വെയിറ്റിംഗ് ഹാളിൻ്റെ അവസ്ഥ. റേറ്റ് ഇതാണ്, പക്ഷേ കറണ്ടില്ല ഗൈസ്. അങ്ങനെ ആ വെയിറ്റിംഗ് ഹാളിൽ കറണ്ട് വന്നിട്ട് ഇപ്പോൾ ചാർജ് കുത്തിയിട്ടാണ്. AC വെയിറ്റിംഗ് ഹാളിലല്ല, സ്ലീപ്പറിലാണ്. എന്തായാലും കുഴപ്പമില്ല. 4 മണി തൊട്ട് കറണ്ട് ഇല്ലായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് കറണ്ട് വന്നത്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. എന്തായാലും ഇനി കുറച്ച് സമയം ഫോൺ ചാർജ് കിട്ടിയിട്ട് സമാധാനമായിട്ട് ഇരിക്കാം. വണ്ടി ഇപ്പോൾ 2 മണിക്കൂർ ലേറ്റാണ് കാണിക്കുന്നത് ഗൈസ്. അങ്ങനെ ഞാൻ വീണ്ടും പാർസൽ ഓഫീസിൽ വന്നു. ഇതോ എൻ്റെ ലഗേജ്, അത് ഇവിടെ നിന്ന് എടുക്കണം ഗൈസ്. അങ്ങനെ എനിക്ക് എൻ്റെ ബാഗ് കിട്ടി. ഞാൻ എന്താ ബാഗ് കൊടുത്തുകൊണ്ട് ഇറങ്ങി ഇവിടെ. ഇനി നേരെ ട്രെയിനിലെത്തും. ഇപ്പോൾ സമയം 9:45. ട്രെയിനൊരു 10-11 മണിക്ക് എത്തുള്ളൂ എന്നാണ് കാണിക്കുന്നത് ആപ്പിൽ. അപ്പോൾ നോക്കണം. ഇനി കറങ്ങാനൊന്നും സമയമില്ല. നേരെ പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാം ഗൈസ്. സമയം 11 മണിയായി. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും പ്ലാറ്റ്ഫോം നമ്പർ 1. ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് എത്തിയാൽ മതിയായിരുന്നു. ഇവിടെ വരെ എത്തിയിട്ട് അത് ഉരുണ്ടാണ് വരുന്നത് ഗൈസ്. സമയം കണ്ടോ 11:08. ഇതാ കൃത്യനിഷ്ഠ പാലിക്കുന്ന ട്രെയിൻ. അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മുടെ ട്രെയിൻ എത്തി ഗൈസ്. ഇനി കയറാം ഫൈനലി ഗൈസ്. 2 പ്രാവശ്യം ട്രെയിനിൽ സ്ലീപ്പറിൽ കയറിയിട്ട് ഇപ്പോഴാണ് AC കമ്പാർട്ട്മെൻറ്റ് കിട്ടിയത്. AC-ൽ B2 അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയാണ്. ഇനി നമുക്ക് നോക്കാം AC എങ്ങനെയുണ്ടെന്ന്. ഇതാണ് ഗൈസ് AC കമ്പാർട്ട്മെൻറ്റ്. നമ്മുടേത് 15 ആണ്. അപ്പോൾ ഈ താഴത്തെ നമ്മുടെയാണ്. ഇതാരാ കിടക്കുന്നത് ചോദിച്ചോളൂ ഗൈസ്. എൻ്റെ സീറ്റ് താഴെയാണ്. അപ്പോൾ താഴെ ഒരു അമ്മ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സീറ്റ് മുകളിലാണ്. ഇതാണ് അവരുടെ സീറ്റ്. പക്ഷെ അവിടെ അവർക്ക് കയറാൻ പറ്റാത്തതുണ്ട്. ഞാൻ എന്താ മുകളിൽ കയറി കിടക്കുന്നു ഗൈസ്. എന്തൊരാശ്വാസം ട്രെയിനിനകത്ത് കയറിയപ്പോൾ. ഇനി കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.